ഹായ് ഫ്രണ്ട്സ്, നാടൻ അടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്ക് നേരെ ഒത്തിരി വർത്തമാനങ്ങളൊന്നുമില്ലാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മളൊരു മുരിങ്ങയില കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ നാടൻ കറിയല്ലേ, അപ്പം നമുക്കിന്ന് നാടൻ കറിയൊക്കെ വെക്കാം. അപ്പോൾ അത് തന്നെയല്ല, നമ്മുടെ കണ്ണിനൊക്കെ ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു ഇലയാണ് നമ്മുടെ മുരിങ്ങയില. എല്ലാവർക്കും അറിയാം. അതുപോലെ നമുക്ക് ബി പി ഉള്ളവർക്ക് നമ്മൾ മുരിങ്ങയില വെള്ളം കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 1-2 തവണയൊക്കെ ഇത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ പിന്നെ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നോക്കിയൊക്കെ വൃത്തിയാക്കിയൊക്കെ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ അതിനേക്കാളും ഒരുപാട് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് മുരിങ്ങയില. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം. നമ്മൾ മുരിങ്ങയിലെല്ലാം നോക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓരോ ഇലയായിട്ട് ഒന്ന് പിച്ചിയെടുക്കണം ഇതിനകത്തുനിന്ന്. അപ്പോൾ എൻ്റെ മോളും കൂടിയാണ് ഇത് വൃത്തിയാക്കാനായിട്ട് ഇരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞേക്കുന്നത് അമ്മയ്ക്ക് ഇതെല്ലാം വൃത്തിയാക്കി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ മോള്, അമ്മയുടെ മോള് വൃത്തിയാക്കി തരത്തില്ലേ? തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അമ്മയുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണണമെന്ന് പറ. അമ്മയുടെ വീഡിയോ എല്ലാവരും കാണണം. വീഡിയോ കണ്ടിട്ട് എന്തോ ചെയ്യണമെന്ന് പറയണം. യൂട്യൂബിൽ കാണണം. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കി എടുക്കാവേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ മുരിങ്ങയില എല്ലാം നന്നായിട്ട് നോക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം മുരിങ്ങയില എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ ഉള്ളല ഇങ്ങനെ ഊരിയെടുക്കണം. ഇങ്ങനെ ഊരിയെടുക്കണം. എന്നിട്ട് ആ വരുന്ന തണ്ട് എടുത്തങ്ങ് മാറ്റിക്കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ തണ്ട് വയറ്റിൽ ചെന്നിട്ട് ദഹിക്കാതെ കിടക്കും. നമ്മൾ വയറ്റിൽ ചെന്നിട്ട് ഇതേപോലുള്ള ഈ തണ്ട് ദഹിക്കാതെ കിടന്നിട്ട് വയറ് നോക്കും, വയറുവേദനയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നല്ലതായിട്ട് ഈ ഇതെടുത്ത് നോക്കിയിട്ട് ഇത് ഓരോ ഇല വീതം നോക്കിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് ഇവിടെ കഴുകി വെള്ളം തോരാനായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പിനുള്ള ഒരു അരമുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, അപ്പോൾ ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് വരാവേ. നല്ല പേസ്റ്റാക്കി ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് മുരിങ്ങയിലക്കറി വെക്കാനുള്ള എണ്ണയൊക്കെ ഒഴിച്ചൊരു ചട്ടിക്കകത്തോട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാവേ. അതൊന്ന് കളറൊക്കെ മാറി എന്ന് വരട്ടെ. കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിനകത്തോട്ട് ഇട്ട് വഴറ്റിയെടുക്കണം. നേരിട്ട് നമ്മൾ ആദ്യം അരപ്പൊഴിച്ച് അതിനകത്തോട്ട് നമ്മൾ ഒരിക്കലും ഇല ഇട്ട് കൊടുക്കരുത്. നമ്മൾ വഴറ്റി ഇല എടുക്കണം. ഇനി നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. ഈ ഇലയെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇല വെക്കുന്നതിനകത്തോട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. നമ്മുടെ ഇലയൊക്കെ വഴന്ന് വരുന്നുണ്ട്. നമ്മുടെ ഇലയൊക്കെ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അരപ്പ് വെച്ചു.
ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് തിളപ്പിക്കരുത്, ചൂടാക്കി എടുക്കാവ്. ചെറിയ തീയിലിട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ളൊരു നാടൻ കറിയാണിത്. നമ്മുടെ നാടൻ മുരിങ്ങയില കറിയാണിത്. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നവർ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്നും പറയുന്നത് പോലെ ഞാൻ ഇന്നും പറയുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ഇനിയും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പം വീണ്ടും ഇതേപോലെയുള്ള വിഭവങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.